കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ ബജറ്റ് ടേബിൾ ചെയ്തു. വിവരങ്ങളുമായി ഗായത്രി സത്യദേവ് ചേരുകയാണ്. ഗായത്രി, എന്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം? അതിന് ബജറ്റ് അവതരണം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ പ്രതിപക്ഷം ബഹളവുമായി രംഗത്ത് വരികയായിരുന്നു. പിന്നീട് ഭരണപക്ഷം കൗൺസിൽ ഹാളിലേക്ക് എത്തിയതോടെ മേയറുടെ ഡയസിലേക്കും പ്രതിപക്ഷം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് UDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ബജറ്റ് കോപ്പികൾ കീറിയെറിയുകയും ഡെപ്യൂട്ടി മേയറെ ആക്രമിക്കുവാനും ശ്രമം നടത്തി. ഈ നടന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ ശുഭകരമല്ലാമെന്ന് അതിനുശേഷം മേയർ അനിൽകുമാർ പ്രതികരിക്കുകയുണ്ടായി. മുനിസിപ്പൽ ആക്ട് 290 പ്രകാരമാണ് ഇന്ന് ബജറ്റ് അവതരണം എന്തായാലും നടന്നത്. ഉദ്യോഗസ്ഥർ തയ്യാറാക്കി അവർ തന്നെയാണ് ബജറ്റ് മേശപ്പുറത്ത് വെച്ചത്. ചട്ടപ്രകാരം ബജറ്റിന് മുൻപ് ഡെപ്യൂട്ടി മേയറുടെ അധ്യക്ഷതയിൽ നടക്കേണ്ട ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാതിരുന്നൊരു സാഹചര്യം ഉണ്ടായതിനാലാണ് ചട്ടപ്രകാരമുള്ള ഉദ്യോഗസ്ഥ ബജറ്റിലേക്ക് കോർപ്പറേഷൻ നീങ്ങിയത്. വ്യക്തിപരമായ സൗകര്യങ്ങളാലാണ് ഫിനാൻസ് കമ്മിറ്റി ചേരാൻ കഴിയാതെ പോയെന്ന് ഡെപ്യൂട്ടി മേയർ KA അൻസിയ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും തലയില്ലാത്ത ബജറ്റ് എന്ന് ആരോപിച്ച് പ്രതിപക്ഷം നേരത്തെ തന്നെ പ്രതിഷേധം തുടങ്ങിയിരുന്നു. അത് ബജറ്റ് അവതരണത്തിന് മുമ്പും ഉണ്ടായി. ബജറ്റ് അവതരിപ്പിക്കുന്ന ആ ഒരു സമയത്തും പ്രതിഷേധം തുടർന്നു. ഇതിനുശേഷവും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഗായത്രി സത്യദേവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.